30 ദിവസം മുടങ്ങാതെ ശിവപൂജ, ജലധാര, ഉദ്ദിഷ്ടകാര്യസിദ്ധി പൂജ എന്നിവ ഉണ്ടായിരിക്കും. 4 ചൊവ്വാഴ്ച കടബാധ്യത വിട്ടൊഴിഞ്ഞു മാറുന്നതിനും സർവ്വ ഐശ്വര്യം ഉണ്ടാകുന്നതിനും സുബ്രഹ്മണ്യസ്വാമി പൂജ, അതുപോലെ ഋണമോചന പൂജ എന്നിവ ഉണ്ടായിരിക്കും. 4 ചൊവ്വാഴ്ച ഭദ്രകാളി ദേവി പൂജ, കുരുതി പുഷ്പാഞ്ജലി എന്നിവ ഉണ്ടായിരിക്കും. ശത്രുദോഷം, ആഭിചാരം, കുടുംബദേവതാദോഷം, വഴിപാട് നേർച്ച മുടക്കം എന്നിവ വിട്ടൊഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയിട്ട് 4 ചൊവ്വാഴ്ച വജ്രകോശം, വരാഹി ദേവി പൂജ ഉണ്ടായിരിക്കും. ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷം, ഭൂമി വിൽപ്പന എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും കേസ് വഴക്കുകൾ വിജയിക്കുന്നതിനും വേണ്ടിയിട്ട് 4 വ്യാഴാഴ്ച മഹാവിഷ്ണു പൂജ, തുളസിമാല, നെയ്യൊഴിച്ച് വിളക്ക്, പാൽപ്പായസം നിവേദ്യം എന്നിവ ഉണ്ടായിരിക്കും. വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും ഈശ്വരാധീനം ഉണ്ടാകുന്നതിനും സർവ്വ ഐശ്വര്യം ഉണ്ടാകുന്നതിനും സർവ്വഭാഗ്യം ഉണ്ടാകുന്നതിനും ധനപുരോഗതി ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് 4 വെള്ളിയാഴ്ച കടബാധ്യത വിട്ടൊഴിഞ്ഞു മാറുന്നതിനും ധനപുരോഗതിയും ഐശ്വര്യവും വന്നു ചേരുന്നതിനും ശ്രീസൂക്തം, ഗണപതി ഹോമം, താമരമൊട്ട്, വെണ്ണ പുരട്ടിക്കൊണ്ട് ഉണ്ടായിരിക്കും. 4 ശനിയാഴ്ച ഹനുമാൻ സ്വാമി പൂജ, വെറ്റിലമാല സമർപ്പണം, കുങ്കുമ അർച്ചന, വെണ്ണ നിവേദ്യം എന്നിവ ഉണ്ടായിരിക്കും. മംഗല്യ പുരോഗതി, വിദേശയാത്രാ തടസ്സം, തൊഴിൽ തടസ്സം എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിന് 4 ശനിയാഴ്ച ശനീശ്വര പൂജ, നീലാഞ്ജനം വിളക്ക് എന്നിവ ഉണ്ടായിരിക്കും. എല്ലാ വിധത്തിലുള്ള ശനിദോഷങ്ങളും വിട്ടൊഴിഞ്ഞു മാറുന്നതിനുള്ള പൂജയാണ്. നന്ദി, നമസ്കാരം.